നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കടന്നു പോയതൊരു കറുത്ത ആഴ്ച. പുറമേ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോളുകൾ നേടി ടീം 5-0 വിജയിച്ചതിന് ശേഷം പ്രതികരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ കോങ്കോയോട് സമനിലയിൽ പിരിഞ്ഞതിന് ശേഷം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. ക്രിസ്ത്യാനോക്കെതിരെ വിമർശനം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ക്രിസ്ത്യാനോയുടെ സഹതാരങ്ങളുടെ അക്കൗണ്ട് പോയിട്ട് കുറേ ആളുകൾ തെറിവിളിയും മറ്റുമൊക്കെ ആയിട്ട് ആകെ അങ്ങ് നശിപ്പിച്ചു. നമ്മളെപ്പോഴേ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് ക്രിസ്ത്യാനോയെ സന്തോഷിപ്പിക്കുന്നതായിരിക്കില്ല, ആവില്ല. ക്രിസ്ത്യാനോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളെ പോയി തെറിവിളിച്ചാൽ അദ്ദേഹം സന്തോഷിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്ത്യാനോ എന്ന ഫുട്ബോളറെയും ക്രിസ്ത്യാനോ എന്ന മനുഷ്യനെയും മനസ്സിലായിട്ടില്ല. ഇപ്പോഴതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണാം, സഹതാരങ്ങളെ പോയി തെറി വിളിച്ചത്. അവരും പറയുന്നത് അവരും ഈ മനുഷ്യൻ്റെ ഫാനാണ്. പക്ഷേ ഈ മനുഷ്യനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. പച്ചയായ മനുഷ്യൻ തൻ്റെ സഹതാരങ്ങൾ തെറി വിളിക്കുമ്പോൾ ക്രിസ്ത്യാനോയെ പോലെ മഹാനായ ഒരു ഫുട്ബോളർ അത് കണ്ട് സന്തോഷിക്കുന്നു കരുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടരെ നിങ്ങൾക്ക് തെറ്റി. ക്രിസ്ത്യാനോ അതിനെക്കുറിച്ച് തന്നെ കളിക്കേഷൻ സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, കഴിഞ്ഞു പോയതൊരു കറുത്ത ആഴ്ചയായിരുന്നു. എനിക്കറിയാമായിരുന്നു ആര് ഹാർഡ് വർക്ക് ചെയ്യുന്നോ അവരെ ദൈവം സഹായിക്കുമെന്ന്. എൻ്റെ ടീംമേറ്റ്സ് എന്നെ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഡിഫിക്കൽട്ട് വീക്കാണ്, ഒരു ഡാർക്ക് വീക്കാണ് കടന്നു പോയത്. ഞാൻ ഫുട്ബോളിൽ നിന്ന് ഓൾറെഡി റിട്ടയേർഡ് ആവുന്ന രൂപത്തിലുള്ളൊരു ഫീലിംഗ്. പക്ഷേ ഞാൻ ഹെൽഡ് ഓൺ ചെയ്തു. ഞാൻ എല്ലായ്പ്പോഴും ചെയ്ത പോലെ തന്നെ. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്, ഐ ഹാവ് ടു കൺഫസ്, ബട്ട് വി ആർ ബാക്ക് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു. വീണ്ടും അദ്ദേഹം വിശദമായിട്ട് മിക്സഡ് സോണിൽ വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. വിശദമായിട്ട് തന്നെ ക്രിസ്ത്യാനോ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, പോയി സഹതാരങ്ങളെ തെറി വിളിച്ചവനൊക്കെ കേട്ടോ. ഇതാ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എൻ്റെ ടീംമേറ്റ്സിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റും മറ്റു വിവരങ്ങളെ കുറിച്ചൊക്കെയാണ് ക്രിസ്ത്യാനോ പറഞ്ഞ വാക്കുകളാണ്. പോർച്ചുഗീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ടീംമേറ്റ്സിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് വരുന്നതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ അതാണ് ശ്രമിച്ചത്. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ആഴ്ച തന്നെയാണ് കടന്നുപോയത്. ക്രിറ്റിസിസംസ് വളരെ സ്ട്രോങ് ആയിരുന്നു, എസ്പെഷ്യലി ടുവേർഡ്സ് മീ. പക്ഷേ 24 വർഷത്തെ കരിയർ ഉണ്ട് എനിക്കിത് നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെൽ. ക്രിറ്റിസിസം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഇമ്പ്രൂവ് ആവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി വെക്കും. ഞങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, ഫോക്കസ്ഡ് ആയിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞങ്ങളുടെ ഫാമിലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ നിന്നു. പിന്നെ ഒരുപാട് ബാഡ് തിങ്സ് ഫ്രം ഔട്ട്സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ ഒരുമിച്ച് നിന്നു. ആ യൂണിറ്റിയുടെ റിസൾട്ട് കൂടിയാണിത്. ഐ വാസ് ഹാപ്പി ടു സ്കോർ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടീം തന്നെയാണ്. ഞാൻ ഗോൾ അടിച്ചു എന്നുള്ളതല്ല, ടീമിൻ്റെ വിജയം തന്നെയാണ്. പ്ലേയേഴ്സ് എല്ലാവരും പരസ്പരം നല്ല രൂപത്തിലാണ് നിൽക്കുന്നത്. പ്ലേയേഴ്സ് ക്ലോസ് ടു ഈച്ച് അതർ. ദാറ്റ്സ് വാട്ട് വി വാണ്ടഡ്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വി നോ ദാറ്റ് ഇഫ് വി പ്ലേ ലൈക്ക് ദിസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് us. ഇങ്ങനെയാണ് ഞങ്ങൾ കളിക്കുന്നതെങ്കിൽ ഞങ്ങളെ തടയാൻ മറ്റുള്ളവർ ബുദ്ധിമുട്ടും, ഞങ്ങളെ തടയാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങൾക്കറിയാം എന്നുകൂടി ക്രിസ്ത്യാനോ പറഞ്ഞു. അപ്പോൾ അത് കേട്ടോ സഹതാരങ്ങൾ പോയി തെറി വിളിക്കുന്നവനൊക്കെ കേട്ടോ. ക്രിസ്ത്യാനോ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഞങ്ങൾ താരങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പുറത്തുനിന്ന് ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.